വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ട് അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലേ, കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. നിയമജ്ഞർ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്ന് അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, എല്ലാ മതങ്ങളുടെയും അന്തഃസത്ത സ്നേഹമാണ്. സ്നേഹത്തിന് 2 മുഖങ്ങളാണുള്ളത്. പരസ്പര പൂരകങ്ങളായ 2 ഭാവങ്ങൾ. ഒന്ന് ദൈവസ്നേഹവും 2 പരസ്നേഹവും. നമ്മുടെ സ്നേഹം പൂർണ്ണമായിരിക്കണം. അപൂർണതയുടെ ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ വികാരങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന പൂർണ്ണ ഹൃദയമുള്ളവരായി നാം മാറണം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ തിന്മയും പൊട്ടിപ്പുറപ്പെടുന്നത്. ചതിയും വഞ്ചനയും അസൂയയും കലഹവും വിദ്വേഷവും മദ്യപാനവും മധുരോത്സവവും എല്ലാം അവൻ്റെ ഉള്ളിൽ നിന്നാണ് ആദ്യം പൊട്ടിപ്പുറപ്പെടുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ സത്യം, സ്നേഹം, നീതി, കരുണ, ഔദാര്യം, ദീർഘശാന്തത, ക്ഷമ തുടങ്ങിയ നല്ല ഗുണങ്ങളാൽ അവൻ്റെ ഹൃദയത്തെ അവൻ നിറയ്ക്കണം. എന്തുകൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുന്നു, അതിനനുസരിച്ചുള്ള പ്രവൃത്തികളായിരിക്കും അവൻ ചെയ്യുക. നന്മയുടെ പ്രവൃത്തികളാൽ നിറയ്ക്കപ്പെടുവാൻ കഴിയണം. അതിന് അവൻ്റെ വികാരങ്ങളെ അവൻ കീഴ്പ്പെടുത്തണം എന്നുള്ളതാണ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട്, അവൻ്റെ ചിന്തകളെ ഭരിക്കുന്ന പൂർണ്ണ മനസ്സ് അവനുണ്ടായിരിക്കണം. അവൻ്റെ ചിന്തകൾ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും ഒരാളുടെ ജീവിതവും. അവൻ്റെ ചിന്തകളിൽ ഇത് എനിക്ക് അനുയോജ്യമല്ല, ഇതെനിക്ക് വേണ്ട എന്ന് പറയുവാനുള്ള നിഷേധപ്രാപ്തി അവനുണ്ടായിരിക്കണം. എനിക്ക് വേണ്ടിയുള്ളതല്ല, ഇതെൻ്റേതല്ല, എനിക്ക് വേണ്ട എന്ന് പറയുവാനുള്ള ഒരു മനസ്സ് അവൻ രൂപപ്പെടുത്തിയെടുക്കണം. മൂന്നാമതായിട്ട്, അവൻ്റെ പ്രവർത്തികളെ നിയന്ത്രിക്കുവാൻ അവന് കഴിയുന്നത് പൂർണ്ണ ആത്മാവോടുകൂടി ജീവിക്കുമ്പോഴാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അവൻ ജീവിക്കുമ്പോഴാണ് അവൻ്റെ പ്രവർത്തികൾ ദൈവോന്മുഖമായി മാറുന്നത്. ഇല്ല എന്ന് വരികിൽ അവന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ അവൻ പരിശ്രമിക്കുന്നു. അത് അവനെ പൈശാചിക ശക്തിയുടെ അടിമയാക്കി
ഉടമയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് സത്യം. ടിബറ്റിലെ സന്യാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാറ്റും മഴയും കൊടുങ്കാറ്റും ഒക്കെ ആഞ്ഞടിക്കുന്ന അവസരത്തിൽ അവരുടെ ആശ്രമത്തിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോയി അവരെല്ലാവരും തന്നെ കടലാസിൽ കുതിരയെ വരച്ച് ആ കുതിരയെ കാറ്റിൽ പറത്തിവിടുന്നു. അവരുടെ ഉദ്ദേശം ആ കുതിരകളൊക്കെ ജീവനുള്ള കുതിരകളായി മാറി കാറ്റിലും കൊടുങ്കാറ്റിലും അപകടത്തിലും പെട്ടിരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകും എന്നുള്ളതാണ്. അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നു എന്നുള്ളതിനേക്കാൾ അവരുടെ ഉദ്ദേശമാണ് ആശ്രമത്തിൽ ജീവിക്കുന്ന ആ വ്യക്തികൾ പുറത്ത് താമസിക്കുന്ന ആളുകളോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കടലാസിൽ കുതിരയൊക്കെ വരച്ച് കാറ്റിലേക്ക് പറത്തിവിടുന്നത്. അവരുടെ ഉദ്ദേശശുദ്ധിയാണ് നാം കാണേണ്ടത്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതിനേക്കാൾ അവരുടെ ഉദ്ദേശം ഏറെ ശ്ലാഘനീയമായ ഒന്നാണ്. ന്യൂ ഓർലിയൻസിലെ സെമിത്തേരിയിൽ ഒരു മനോഹരമായ രൂപം തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അവിടെ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ കപ്പൽ അപകടത്തിൽപ്പെട്ട് ഒരമ്മയും മകളും പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് മരിച്ചു നിൽക്കുന്ന ഒരു പടമാണ്. അവിടെ വാസ്തവത്തിൽ ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ട്. ആരാണ് അവസാനം മരിക്കുന്നത് അവർക്കായിരിക്കും കുടുംബത്തിൻ്റെ സ്വത്ത് അനന്തരാവകാശി എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അമ്മയും മകളും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം മകൾ ജീവിക്കണം എന്നുള്ള ആഗ്രഹം, താൻ മരിച്ചാലും മകൾ ജീവിക്കണമെന്നുള്ള ആഗ്രഹം, അതിനനുയോജ്യമായ രീതിയിൽ ആരായിരിക്കും ആദ്യം മരിച്ചത് എന്ന് നോക്കുമ്പോൾ ആ അമ്മയാണ് ആദ്യം മരിച്ചത്. മകൾക്ക് ജീവനുണ്ടാകുവാൻ, അത് സമർത്ഥമായി ഉണ്ടാകുവാൻ ഒരമ്മയുടെ സ്നേഹമാണ് അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയുന്നു. ഒരമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കില്ല എന്നരുളി ചെയ്ത തമ്പുരാൻ എത്ര അത്ഭുതകരമായി നമ്മെ നയിക്കുന്നു. അതാണ് ആ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. We make our friends, we make our enemies, but God makes our next door neighbor എന്ന് G.K. ചെസ്റ്റർട്ടൺ വളരെ മനോഹരമായി സൂചിപ്പിച്ചിട്ടുണ്ട്. നാം ശത്രുക്കളെ സമ്പാദിക്കുന്നു, നാം മിത്രങ്ങളെ സമ്പാദിക്കുന്നു. എന്നാൽ നമ്മുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾ നമുക്ക് ദൈവം നൽകുന്ന ഒരു വലിയ സമ്മാനമാണ് എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാം ഇന്നത്തെ സുവിശേഷത്തെ ഒന്ന് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയെക്കുറിച്ചുള്ള ഒരു സംശയമാണ് നിയമങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു യുവാവ് യേശുവിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നത്. പഴയ നിയമത്തിലെ പണ്ഡിതന്മാരെയാണ് നിയമജ്ഞർ എന്ന് പറഞ്ഞിരുന്നത്. നിയമത്തെക്കുറിച്ച് അജ്ഞതയുള്ളവരല്ല, നിയമത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവരായിരുന്നു അവർ. യഹൂദരുടെ ഇടയിലുള്ള ദൈവശാസ്ത്രജ്ഞർ എന്നവരെ വിളിച്ചിരുന്നു. മോശയുടെ നിയമത്തിൽ 613 നിയമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ 365 നിയമങ്ങൾ പോസിറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള നിയമങ്ങളും 248 നിയമങ്ങൾ നെഗറ്റീവായിട്ടുള്ള എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങളും ആയിരുന്നു. ഇങ്ങനെ 613 നിയമങ്ങൾ നിലവിലിരിക്കുമ്പോൾ
നിയമങ്ങളെല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് റബിമാർ പറയുമ്പോൾ ഉപമയിൽ ഏതൊക്കെയാണ് കൂടുതൽ പ്രാധാന്യപ്പെട്ടത് എന്നുള്ള ഒരു ചോദ്യം യുവാവ് നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുകയാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളുടെ പ്രാധാന്യക്രമം എങ്ങനെ അറിയുക എന്നതായിരുന്നു ആ നിയമത്തിൻ്റെ ലക്ഷ്യം. നിയമജ്ഞനുള്ള ഉത്തരമായി ഇസ്രായേൽ ദിവസേന 2 നേരം ചൊല്ലുന്ന ക്ഷേമപ്രാർത്ഥനയുടെ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ നാം കാണുന്ന ആ പ്രാർത്ഥനയുടെ ആദ്യ വാചകം യേശു ഉദ്ധരിക്കുന്നു. ഏകദൈവ വിശ്വാസത്തെ കുറിക്കുന്നതാണ് ആദ്യ വാക്യം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ബഹുദൈവ ആരാധകരായിരുന്ന തൻ്റെ വായനക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മർക്കോസ് ഈ വേദഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരേ ഒരു സംഭവം മാത്രമേ ഉള്ളൂ എന്നതാണ് നിയമം 5-ാം അധ്യായത്തിലെ ഈ വാക്യത്തിൻ്റെ ആധാരം. ആ ഒരൊറ്റ ദൈവത്തെ മാത്രം പൂർണ്ണമായി സ്നേഹിക്കണം. നമ്മുടെ ആത്മീകവും വൈകാരികവുമായ മാനസികവും ശാരീരികവുമായ കഴിവുകളെയൊക്കെയും പൂർണ്ണമായ ദൈവത്തെ സ്നേഹിക്കുവാൻ ഉപയോഗിക്കണം. നമ്മുടെ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ചിന്തകളും പ്രവർത്തനങ്ങളും ദൈവസ്നേഹം നിറഞ്ഞതായിരിക്കണം. നിയമജ്ഞർ പരമപ്രധാനമായ ഒരു കൽപ്പന ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷേ യേശു 2 കൽപ്പന നൽകുകയാണ്. ഏതാണ് പ്രധാനമായ കൽപ്പന? 613 കൽപ്പനകളിൽ ഏതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ യേശു തമ്പുരാൻ 2 കൽപ്പനകൾ നൽകുകയാണ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടും നിയമ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുമാണ് അതിന് മറുപടി നൽകുന്നത്. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. 2 കൽപ്പനകൾ നൽകിയതിലൂടെ ഇവ രണ്ടും അഭേദ്യമായ വിധം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഒരു യഹൂദർ മറ്റൊരു യഹൂദനെ മാത്രമേ അയൽക്കാരനായി പരിഗണിച്ചിരുന്നുള്ളൂ. അയൽക്കാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്തുള്ളവൻ എന്നാണെങ്കിലും സഹജീവികളായ മനുഷ്യർ എന്ന വിശാലമായ അർത്ഥമാണ് ഇവിടെ ഉള്ളത്. എല്ലാവർക്കും അടിസ്ഥാനപരമായി തങ്ങളോട് തന്നെ സ്നേഹമുണ്ടെന്ന നിഗമനത്തിലാണ് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് അവിടുന്ന് പറഞ്ഞത്. ദൈവത്തോടും മറ്റ് മനുഷ്യരോടുമുള്ള നമ്മുടെ കടമകൾ നിറവേറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. കാരണം അവ നിയമത്തിൽ നിന്ന് കൽപ്പനകളുടെ രത്നച്ചുരുക്കമാണ്. സൃഷ്ടിയുടെ ആരംഭം മുതൽ അവസാനം വരെ ഈ 2 കൽപ്പനകളും സാധുവായി നിലനിൽക്കും. സഹോദരങ്ങളെ കൂടാതെ ദൈവത്തെയോ ദൈവത്തെ കൂടാതെ സഹോദരങ്ങളെയോ സ്നേഹിക്കുവാനാവില്ല. അതുകൊണ്ടാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് പത്രോസ് മറുപടി പറഞ്ഞപ്പോഴൊക്കെ എൻ്റെ ആടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നവിടുന്ന് പ്രതികരിച്ചത്. നിങ്ങളുടെ ഇടയിൽ അവശത അനുഭവിക്കുന്നവരെ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് മാത്രമാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുക എന്നതായിരുന്നു യേശുവിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ളത്. യേശുവിൻ്റെ മറുപടിയോടുള്ള നിയമത്തിൻ്റെ പ്രതികരണം യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ പ്രാധാന്യത്തിന് അടിവരയിടുന്നതാണ് നിയമത്തിൻ്റെ പ്രതികരണം. സ്നേഹമാണ് ആചാര അനുഷ്ഠാനങ്ങളെക്കാൾ പ്രധാനമെന്ന് അയാൾ വിശ്വസിച്ചു. മനോഭാവങ്ങളെക്കാൾ അനുഷ്ഠാനങ്ങൾക്ക്, ധാർമ്മികതയേക്കാൾ ആചാരങ്ങൾക്കും പ്രാധാന്യം നൽകിയിരുന്ന പരിസ്ഥിതിയ കാഴ്ചപ്പാടിൽ നിന്ന് വിഭിന്നമാണ് നിയമജ്ഞൻ്റെ നിരീക്ഷണം. നിയമജ്ഞനോട് യേശു മതിപ്പ് സൂക്ഷിക്കുന്നു. ദൈവവചനത്തിൻ്റെ വെളിപാടിനോടും യേശുവിനോടുമുള്ള നിയമജ്ഞൻ്റെ തുറവി അവനെ യേശുവിൽ വിശ്വസിക്കുന്നതിലേക്ക് നയിക്കുന്നു.
ദൈവവചനാധിഷ്ഠിതമായ മറുപടി നൽകുന്ന യേശുവിനെ കെണിയിൽപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. ദൈവവചനം തന്നെയാണ് യേശുവിൻ്റെ അധികാരത്തിൻ്റെ ഉറവിടവും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്ന യേശു തമ്പുരാൻ്റെ ജീവിതം മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന് തനതായ ഒരു സംഭാവന നൽകിയ ഒരു മഹത് വ്യക്തിയെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ചാൾസ് ബൊറോമിയോ. ഇറ്റലിയിലെ മിലാനിൽ 1538 ഒക്ടോബർ മാസം 2-ാം തീയതി ജനിച്ചു. പ്രസിദ്ധമായ ബൊറോമിയോ കുടുംബത്തിൽ ഗിൽബർട്ട് മർഗരിത്ത ദമ്പതികളുടെ മകനായി ജനിച്ചു. 12 വയസ്സുള്ളപ്പോൾ തൻ്റെ അപ്പനോട് പറയുകയാണ്, തനിക്കുള്ള ആദായത്തിൽ നിന്ന് ചെലവ് കഴിച്ച് ബാക്കിയുള്ള തുക മുഴുവൻ ദരിദ്രർക്ക് പത്രമേനിയായി നൽകണം. 12 വയസ്സുള്ള ഒരു മകൻ അപ്പനോട് പറയുകയാണ്, തനിക്കുള്ള സ്വത്തിൽ ചിലവായതിന് ശേഷം, ചിലവുകളൊക്കെ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള തുക മുഴുവൻ പാവങ്ങൾക്ക് പത്രമേനിയായി നൽകണം. 1560-ാം ആണ്ടിൽ ചാൾസ് ഡീക്കൻ പട്ടം സ്വീകരിച്ചു. അമ്മാവനായ 4-ാം പിയൂസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തിന് ഡീക്കൻ പട്ടം നൽകിയത്. 25-ാമത്തെ വയസ്സിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. അധികം താമസിയാതെ മിലാനിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. കഴിവും പ്രാഗൽഭ്യവും നിറഞ്ഞ ചാൾസ് വത്തിക്കാനിലെ പല ശുശ്രൂഷകളിലും ചുമതലകൾ നിർവഹിക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ടു. വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റായി ചുമതല നിർവഹിച്ചു. പ്രസിദ്ധമായ ത്രന്തോസ് നഗദോസ് മുടങ്ങിക്കിടന്ന സാഹചര്യത്തിൽ അതിനെ ചരിത്രകാരണങ്ങളാൽ മുടങ്ങിക്കിടന്നുവെങ്കിലും അതിനെ പുനർജീവിപ്പിക്കുവാൻ 1562-ൽ ത്രന്തോസ് നഗദോസ് പുനരാരംഭിക്കുവാൻ മാർപ്പാപ്പായെ പ്രേരിപ്പിച്ചത് ചാൾസ് ബിഷപ്പാണ്. സമയോചിതമായ നീക്കങ്ങളാൽ സമുചിതമായ ഒരു പാരമ്പര്യത്തിലേക്ക് സുനഹദോസിനെ എത്തിച്ചത് ചാൾസ് പിതാവ് തന്നെയായിരുന്നു. സുനഹദോസ് കഴിഞ്ഞ് പൂർണ്ണ സമയവും മിലാൻ രൂപതയുടെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. മിലാൻ അതിരൂപതയിൽ ഒരു സഭാ അസംബ്ലി വിളിച്ചു കൂട്ടിക്കൊണ്ട് സ്വയം ആ രൂപതയെ വിലയിരുത്തുവാനും ആ രൂപതയുടെ നന്മകൾ കണ്ടെത്തുവാനും കുറവുകൾ എങ്ങനെ പരിഹരിക്കാമെന്നും കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ട് നല്ല ഒരു തുടക്കം കുറിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വൈദികരുടെയും അൽമായരുടെയും ജീവിത പരിഷ്കരണത്തിനു വേണ്ട കർമ്മപദ്ധതികൾ അദ്ദേഹം ആസൂത്രണം ചെയ്തു. ജനങ്ങൾ മനസ്സ് തിരിയണമെങ്കിൽ വൈദികരുടെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാകണം, വൈദികർ മാതൃകാപരമായി ജീവിക്കണം എന്ന് ത്രന്തോസ് സുനഹദോസിൽ വെച്ച് വളരെ ആധികാരികമായി സംസാരിക്കുവാൻ ചാൾസ് ബൊറോമിയോ പിതാവിന് സാധിച്ചു. തനിക്കുള്ള ആദായം മുഴുവൻ ഉപവി പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം സംഭാവന ചെയ്തു. 1567-ൽ അതികഠിനമായ പ്ലേഗ് ബാധിച്ചപ്പോൾ ദിനംപ്രതി അനേകർക്ക്, പ്ലേഗ് ബാധിതർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് സ്നേഹത്തോടുകൂടിയുള്ള ശുശ്രൂഷയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്ര എന്ന് അദ്ദേഹം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. സർക്കാർ സംവിധാനം പലപ്പോഴും പാളിയപ്പോൾ ചാൾസ് പിതാവ് ജനത്തോടൊപ്പം താമസിച്ച് പ്ലേഗ് നിർമ്മാർജ്ജനത്തിനു വേണ്ടതായ എല്ലാ ക്രിയാത്മകമായ നേതൃത്വവും നൽകി രോഗികളെ ശുശ്രൂഷിച്ചു, മരണാസന്നരെ സമാധാനമായ മരണത്തിനൊരുക്കി, മരിക്കുന്നവരെ ക്രിസ്തീയമായി സംസ്കരിച്ചു. മിലാൻ രൂപതയുടെ സ്വർണ്ണാഭരണങ്ങൾ ദരിദ്രർക്കായി അദ്ദേഹം ചിലവഴിച്ചു. കഠിനമായ അധ്വാനം പിതാവിൻ്റെ ആരോഗ്യത്തെ തകർത്തു. 1584-ൽ 46-ാമത്തെ വയസ്സിൽ ചാൾസ് പിതാവ് കാലം ചെയ്തു.
1610 നവംബർ 1 തീയതി വിശുദ്ധ പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി. വേദോപദേശം ചിട്ടയായി നടത്തുവാൻ പിതാവ് ക്രമീകരണങ്ങൾ രൂപതയിൽ നടത്തി. സെമിനറി പരിശീലനം ചിട്ടയായി നടത്തുവാൻ നേതൃത്വം നൽകി. വൈദികരുടെ തുടർ പരിശീലനത്തിന് പ്രത്യേകമായി ശ്രദ്ധിച്ചു. സെമിനറി പഠനത്തോടുകൂടി എല്ലാം അവസാനിക്കുകയല്ല, പഠിച്ച കാര്യങ്ങൾ വീണ്ടും ചിന്തിക്കുവാനും അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞോ, അതിൽ അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വിലയിരുത്തുവാനും അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുവാനും വേണ്ട ക്രമീകരണങ്ങൾ അദ്ദേഹം ചെയ്തു. ദൈവശുശ്രൂഷയിൽ പുരോഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ദിവസവും ആ ജീവിതത്തെ തീക്ഷ്ണതയോടെ ആരംഭിക്കണം. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ദിവസത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ദൈവമഹത്വത്തിനായി ജനനന്മയ്ക്കായിട്ടാക്കി തീർക്കുവാനുള്ള പരിശ്രമം നടത്തണമെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ദൈവസന്നിധിയിൽ കഴിയുന്നിടത്തോളം സമയം ചെലവഴിക്കണം. വൈദികർ എന്നുള്ള നിലയിൽ, സമർപ്പിതർ എന്നുള്ള നിലയിൽ ദൈവത്തോട് കൂടുതൽ ഐക്യപ്പെടുവാൻ അവസരം കണ്ടെത്തണം. അങ്ങനെ ദൈവത്തോടു കൂടിയുള്ള വ്യക്തിപരമായ ആ ഫ്രണ്ട്ഷിപ്പിൽ അദ്ദേഹം ജീവിക്കുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പായിരിക്കും ലോകത്തിന് അദ്ദേഹം കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന. ദൈവമഹത്വമല്ലാതെ മറ്റൊരു ലക്ഷ്യവും തൻ്റെ പ്രവൃത്തികൾക്കുണ്ടാകരുത്. ഇഗ്നേഷ്യസ് ലോയോള പറയുന്നത് പോലെ ഡു എവറിത്തിങ് ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗാഡ്. നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ അതിമഹത്വത്തിനായിട്ട് ചെയ്യണം. നമ്മുടെ വ്യക്തിപരമായ പേരിനോ പെരുമയ്ക്കോ വേണ്ടിയല്ല നാം പ്രവർത്തിക്കേണ്ടത്. എല്ലാ പ്രവർത്തനങ്ങളും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ദൈവത്തിനുള്ളതാണ്. അങ്ങനെ ദൈവത്തിൻ്റെ അതിമഹത്വത്തിനായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹമായി നാം മാറുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ട നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, അപൂർണതയുടെ ഒരു ലോകത്തിൽ പൂർണ്ണതയിലേക്കുള്ള ഒരു വിളിയാണ് നമ്മുടെ വിളിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാനുള്ള ശക്തിയാണ് നാം ആവശ്യപ്പെടേണ്ടത്. അങ്ങനെ നിരന്തരമായ ദൈവസാന്നിധ്യത്തിൽ നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും ആരോട് സംസാരിച്ചാലും തമ്പുരാൻ്റെ വാക്കുകളായിരിക്കണം നമ്മുടെ ഹൃദയത്തിലൂടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടത്. അവൻ നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചതുപോലെ നന്മയുടെ പ്രവർത്തനങ്ങൾ ഈ ലോകത്തിൽ കാഴ്ചവെക്കുവാൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുവാൻ, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നിനക്ക് കഴിയുമ്പോൾ എല്ലാ നിയമങ്ങളും പ്രവാചകത്വവും ഒക്കെ നിന്നിലൂടെ പൂർത്തിയാകും. അതിലൂടെയാണ് ദൈവമഹത്വം ജനം ദർശിക്കുവാൻ ഇടയാകുന്നത്. അതിനുവേണ്ട അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം.